അപ്പം നമുക്കൊരു സിനിമ കണ്ടിട്ട് വന്നാലോ? ദൃശ്യം 3 കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ സിനിമ കാണാൻ ആദ്യമായിട്ട് പോവാണ്. ഞാനും നാത്തൂനോടാണ്, ലിയായോടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഒരു ക്രോപ്പ് ഷർട്ടും നമ്മുടെ ബാഗി ടൈപ്പ് ഒരു കാർഗോ ടൈപ്പ് പാൻറ്റുമാണ്. വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിനി മുടി ഒന്ന് ബൺ ചെയ്യണം, ദെൻ ഒരു ഇയറിംഗ് ഇടണം, ഷൂ ഇടണം. നമ്മളെ ഒരുക്കം കഴിയും കേട്ടോ. നമുക്ക് ഒരുങ്ങിച്ച് ഫുൾ ലുക്ക് കാണാമേ. അങ്ങനെ ഒരുക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ. പറഞ്ഞതിൽ നിന്ന് എക്സ്ട്രാ വന്നിരിക്കുന്നത് ഈ ഒരു ബാഗും വാച്ചും പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നമ്മുടെ സൺസ്ക്രീമും ഒക്കെ തേച്ചതാണ് നമ്മുടെ ഒരുക്കം എന്ന് പറയുന്നത് കേട്ടോ. ഒരുങ്ങി കഴിഞ്ഞ് ഒരു ഫോട്ടോ മസ്റ്റാണ്. ഞങ്ങൾ രണ്ടുപേരുടെ നിന്ന് ഈ ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ. ഈ ഒരുങ്ങി ഇറങ്ങിയത് കണ്ടപ്പോൾ തന്നെ മമ്മി നന്നായി ഞങ്ങളെ പറയുന്നുണ്ടായിരുന്നു, രണ്ടുപേരോട് എവിടെ പോവാണ്, എന്തൊരു കോലമാണ്, ആൾക്കാർ നിങ്ങളെ നോക്കൂ എന്നൊക്കെ കുറേ ഡയലോഗ് അടിച്ചു. ഞങ്ങൾ രണ്ടുപേരും അത് ഞങ്ങളേ അല്ല പറഞ്ഞെന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. 2 വീലറിലാണ് പോകുന്നത്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്കാണ് നല്ല അടിപൊളി മഴക്കോള് കണ്ടത്. ഈശ്വര, നനഞ്ഞു കുളിഞ്ഞ് തിയേറ്ററിൽ കയറണമല്ലോ, മഴ പെയ്യരുതേ എന്ന് പ്രാർത്ഥിച്ച് പോയി. കലഞ്ഞൂരൊക്കെ ആയപ്പോഴത്തേക്കും ചെറുതായിട്ട് മഴയൊന്ന് ചെന്നി കേട്ടോ. ഭാഗ്യം ചെന്നൽ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ആശീർവാദ് സിനിമാപ്ലെക്സിലെത്തി. അപ്പോൾ നമ്മൾ ദൃശ്യം 3 കാണാൻ വന്നതാണല്ലോ. ഞങ്ങൾ ഓർത്ത് അത്യാവശ്യം നല്ല തിരക്കായിരിക്കുമെന്ന്. പക്ഷെ കയറിയപ്പോൾ വലിയ തിരക്കൊന്നും കണ്ടില്ല. എന്നാലും സമയമുണ്ടല്ലോ. 10:30 ഞങ്ങൾ അതിന് മുമ്പ് തന്നെ 10:15 ആവുന്നതിന് മുമ്പ് ഞങ്ങൾ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് കുറവൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ കയറി കേട്ടോ. കയറിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അവിടെ എല്ലാം ഒന്ന് ചുറ്റും നോക്കി. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും ഫാമിലി ആയിട്ടാണ് വന്നതും കേട്ടോ. വെക്കേഷനായിട്ട് ഇതിലും ആളെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈം ഉള്ളതുകൊണ്ട് വരുമെന്നൊക്കെ വിചാരിച്ചു. നമ്മൾ മെയിൻ കാര്യമായ സിനിമ കാണുമ്പോൾ പോപ്കോൺ ആവശ്യമാണല്ലോ. അതുകൊണ്ട് പോപ്കോണും വാങ്ങി, ഒരു ഹോട്ട് ചോക്ലേറ്റും ഞങ്ങൾ വാങ്ങി. ഒന്നല്ല, ഞങ്ങൾക്ക് 2 ഉറുപ്പിക 2 എണ്ണം. അങ്ങനെ സിനിമയുടെ ടൈം ആയപ്പോഴേക്കും ഞങ്ങൾ കയറി കേട്ടോ. കയറി കഴിഞ്ഞപ്പോൾ ഒരുപാട് സീറ്റ് ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്നത് അയ്യോ എന്നുള്ള ഒരു മനോഭാവമാണ് ആദ്യം വന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആരൊക്കെ വന്നു എന്നൊന്നും ഞങ്ങൾ കണ്ടില്ല. ആദ്യം തന്നെ ഞങ്ങൾ ഞങ്ങളുടെ കോൾഡ് കോഫിയൊക്കെ അങ്ങ് കുടിച്ചു കഴിഞ്ഞ് സിനിമ കാണാനായിട്ട് അങ്ങ് ഇരുന്നു കേട്ടോ. അങ്ങനെ സിനിമ തുടങ്ങി. ആശീർവാദ് സിനിമാസ് എന്നൊക്കെ കാണിച്ച് നമ്മുടെ ജോർജ് കുട്ടിയെ കാണിച്ച് ദൃശ്യം 3 എഴുതി കാണിച്ചപ്പോഴേക്കും ആ ഒരു മൂഡിലേക്ക് ഇങ്ങ് വന്നു കേട്ടോ. ഇതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം നല്ലൊരു പടമാണ്. പക്ഷേ ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെ അത്രയും വന്നില്ല എന്നൊരു ഫീലിംഗ് തോന്നി കേട്ടോ. എന്തായാലും 4th പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ അവിടുന്ന് കഴിഞ്ഞിറങ്ങിയത്. പിന്നെ വന്ന വഴിക്ക് കലഞ്ഞൂരുന്നത് ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് നല്ല അടിപൊളി മാങ്ങ ഇട്ട നാരങ്ങ വെള്ളം. മാങ്ങ ജ്യൂസാണോ നാരങ്ങ ജ്യൂസാണോ അറിയാൻ പറ്റാത്തൊരു രീതിയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നാത്തൂനാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്, നമുക്കൊന്ന് കുടിക്കാം. കലഞ്ഞൂർ പള്ളിയുടെ തൊട്ടടുത്താണ് കേട്ടോ. അടിപൊളിയായിരുന്നു. ഒരെണ്ണത്തിന് 40 രൂപയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുടിക്കുന്നത് കണ്ടില്ല, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ 1-2 സാധനങ്ങളൊക്കെ 10,000 വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴേക്കും ഏകദേശം 3 മണിയായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.